എറണാകുളത്തെ കുന്നത്തുനാട്ടിൽ വീട്ടിലെ പ്രസവത്തിൽ നവജാത ശിശു മരിച്ചു. അസം സ്വദേശിയായ യുവതിയാണ് വീട്ടിൽ പ്രസവിച്ചത്. വയറ്റാട്ടിയാണ് പ്രസവം എടുത്തത്. മരിച്ചത് ഇരട്ട കുട്ടികളിൽ ഒരാളെന്ന സൂചന. യുവതിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇക്കാലത്താണ് ഇങ്ങനെയൊരു രീതിയൊക്കെ സ്വീകരിക്കുന്നത്. ആളുകൾ കേരളത്തിലുള്ളവരല്ല, പക്ഷേ ഈ വയറ്റാട്ടി സംഭവം ഉണ്ടാവുന്നത് കേരളത്തിലാണ്. എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? അഖിലത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ കണ്ണൂര് നിന്നുമാണ് ഈ കുന്നത്തുനാട് എത്തിയത്. കുന്നത്തുനാട് പോത്താനശ്ശേരിയിലെത്തിയത്. ഇവർ അസം സ്വദേശികളായിട്ടുള്ള ദമ്പതികളായിരുന്നു. അസം സ്വദേശിയായിട്ടുള്ള യുവതിയാണ് പ്രസവിക്കുമ്പോൾ ഒരു വയറ്റാട്ടി പ്രസവമെടുക്കുകയും ചെയ്തത്. എന്നാൽ ഈ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇതേ സമയത്താണ് ഇന്നലെ അവർക്ക് പ്രസവ വേദന ഉണ്ടായത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സമയം കിട്ടിയില്ല. അവർ പ്രസവിക്കുകയായിരുന്നു. ഈ സമയത്തായിരുന്നു വയറ്റാട്ടി എത്തി പ്രസവം എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 കുട്ടികളായിരുന്നു ഉണ്ടായത്, നവജാത ശിശുക്കൾ. അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാവുന്നത്. ശരി സഹിൻ, എറണാകുളത്തെ കുന്നത്തുനാട്ടിലാണ് വീട്ടിലെ പ്രസവത്തിൽ നവജാത ശിശു മരിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നത്. അസം സ്വദേശിയായ യുവതിയാണ് വീട്ടിൽ പ്രസവിച്ചത്. ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചത്. അതിൽ ഒരു കുട്ടിയാണ് മരിച്ചതെന്ന പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.